നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നിച്ച് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഇപ്പം നമ്മുടെ സഹപ്രവർത്തകരാണല്ലോ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു, ശ്രീലാപിള്ള ആ ജോലി തുടരുമോ അതോ എന്നെ രക്ഷിക്കാൻ നോക്കുമോ? തീർച്ചയായും ഏത് ജോലി ചെയ്തുകൊണ്ടിരുന്നാലും എന്താണെങ്കിലും ഞാൻ അപ്പൊ തന്നെ രക്ഷിക്കാൻ ശ്രമം നടത്തും. അത് സ്വാഭാവികമായ ഒരു മനുഷ്യത്വമാണ്, അത് മാനുഷിക പരിഗണനയാണ്. മനുഷ്യരായിട്ടുള്ള മനുഷ്യരുടെ കാര്യം വിടുകയെ, മൃഗങ്ങളായാൽ പോലും അവർ ആ ഒരു കരുതൽ കാണിക്കും തീർച്ചയായും. പക്ഷേ ഇവിടെ ഇപ്പോൾ സഹപ്രവർത്തകയാണ് ഉമാ തോമസിന്റെ, രണ്ടുപേരും നിയമസഭാ സാമാജികരാണ്. ആ വീഴുന്ന ദൃശ്യം ഇപ്പോഴാണല്ലോ ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം സജി ചെറിയാണ്, അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ്, അദ്ദേഹം വന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ഈ വീണ് കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് അങ്ങനെ അദ്ദേഹത്തിന് എങ്ങനെയാണ് 8 മിനിറ്റ് കൂടി അദ്ദേഹം ആ പരിപാടി വീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്, എങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ കഴിഞ്ഞു മനസമാധാനത്തോടെ? യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനുഷ്യത്വമില്ലായ്മ തന്നെയാണ് ഇതിൽ നിന്ന് വെളിവാകുന്നത്. 8 മിനിറ്റ് അല്ല, ഒരു സെക്കൻഡ് പോലും നമ്മൾ ആരെങ്കിലും ആണെ അവിടെ തുടരില്ല. കാരണം സാധാരണ ഒരു വീഴ്ചയല്ല വീണത്, സാധാരണ ഒരു വീഴ്ച പോലെ ആയിരുന്നില്ല ആ വീഴ്ച. ആ വീഴ്ച എത്ര ഗുരുതരമായിരുന്നു എന്ന് സജി ചെറിയാൻ തന്നെ അത് നോക്കി വിലയിരുത്തിയതാണ്. ഏതാണ്ട് 20 അടി താഴ്ചയിൽ, ആ താഴ്ചയിലേക്ക് വീഴുമ്പോൾ ഏതായാലും ഉമാ തോമസിന് അത്രയേറെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന ഒരു വീഴ്ചയായിരുന്നു. ആ വീഴ്ച കഴിഞ്ഞ് 8 മിനിറ്റ് കൂടി അദ്ദേഹം അവിടെ തുടർന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനുഷ്യത്വമില്ലായ്മയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും ആ വേദിയുടെ അപകടം കണ്ടു മനസ്സിലാക്കിയ ഒരാളെന്ന രീതിയിൽ സജി ചെറിയാൻ യഥാർത്ഥത്തിൽ ആ സെക്കൻഡിൽ തന്നെ ആ വേദി വിട്ടുപോയി ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ട സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആംബുലൻസ് അടക്കമുള്ളവ അവിടെ കൊണ്ടുവരേണ്ടതായിരുന്നു. നമുക്കറിയാം, അപകടം നടന്നു, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അപകടം നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപകടം നടന്ന് കൊണ്ടുപോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു ആംബുലൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും നഴ്സസോ അങ്ങനെ ആരെങ്കിലുമോ, അല്ലെങ്കിൽ ഈ അപകട സമയത്ത് അത്രയും വലിയ അപകടം സംഭവിക്കുമ്പോൾ ആ അപകടം സംഭവിക്കുന്ന ആളെ എടുത്തുകൊണ്ട് പോകാൻ പോലും ചില രീതികളുണ്ട്. ഈ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന രീതികൾ പോലും ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തെയോ അല്ലെ എല്ലുകളെയോ ഒക്കെ സാരമായി ബാധിക്കാം. അത്തരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നവരുടെ എല്ല് ഒടിഞ്ഞ് കരളിനടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആ സമയത്ത് ഒരു ആംബുലൻസ് സൗകര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദഗ്ധരായ നഴ്സുമാരോ അല്ല അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ഒരുക്കിയിരുന്നില്ല എന്നുള്ളത് വളരെ വിദഗ്ധമായി നമുക്ക് വിദഗ്ധമായി ഇവരെ മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏതൊക്കെയോ മാധ്യമപ്രവർത്തകരോ അവിടെ നിന്ന് അവിടെ കൂടിയിരുന്ന ചിലരോ ഒക്കെ ചേർന്നാണ് അവരെ ആശുപത്രിയിലാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു അപകടം നടക്കുമ്പോൾ ഒരു അല്പസമയം ആ അപകടത്തെ കുറിച്ച് അലർട്ട് ആവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടം നടന്നു എന്നൊന്ന് മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി അവരെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു കരുതലാകാമായിരുന്നു. മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇത്തരം ഒരു പരിപാടി നടത്തുമ്പോൾ, നമ്മളിപ്പോ പറയാം അമ്പലപ്പറമ്പിൽ ഒരു ഉത്സവം നടന്നാൽ പോലും ആ ഉത്സവത്തിന്റെ ആ സ്ഥലത്തേക്ക് ആംബുലൻസും മെഡിക്കൽ ഫെസിലിറ്റി അടക്കമുള്ള ഒരു ചെറിയ മെഡിക്കൽ ഫെസിലിറ്റി, ആംബുലൻസ് സൗകര്യം, ഒരു ഡോക്ടർ. ഇപ്പൊ ഞാൻ നിരവധി NSSന്റെ ക്യാമ്പുകൾ, അതുപോലെ സംഘടനയുമായി ബന്ധപ്പെട്ട് അത്തരം ചില ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ കഴിയും, ഇപ്പൊ ABVPയുടെ ഒരു ക്യാമ്പ് നടക്കുന്നു, അങ്ങനത്തെ ഒരു ക്യാമ്പ്, അല്ലെങ്കിൽ KSUവിന്റെ SFIയുടെ ഒക്കെ എനിക്കറിയില്ല, എനിക്ക് ABVPയുടെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, 3 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പുകളായിരിക്കും, അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനം ഒക്കെ നടക്കുമ്പോൾ തീർച്ചയായും അവിടെ ഒരു ഡോക്ടറും നേഴ്സസ് ഫെസിലിറ്റിയും ഒക്കെ ഉണ്ടാവും. എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല. ഇത്രയും വലിയ 1200 പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി, അത്രയധികം ആൾക്കാർ വരുന്ന ഒരു പരിപാടിയിൽ ഒരു മെഡിക്കൽ ഫെസിലിറ്റിയോ മെഡിക്കൽ എയ്ഡോ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ആംബുലൻസിന് സൗകര്യം ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ദിവ്യ ഉണ്ണിക്കും മറ്റും വന്നിറങ്ങാനും വസ്ത്രം മാറാനും ഒക്കെയുള്ള കാരവനായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള ഫയർഫോഴ്സിന്റെ സൗകര്യങ്ങളോ ഒന്നും തന്നെ അവിടെ ലഭ്യമായിരുന്നില്ല. അത്രയും ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് ഫയർഫോഴ്സിനോ ആംബുലൻസിനോ പോലും കടന്നു വരാൻ കഴിയാത്തത്ര രീതിയിലുള്ള തിരക്കായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, ഇത്രയധികം ആൾക്കാർ കൂടുന്ന ഒരു പരിപാടിയിലായിട്ടും ഒരു തരത്തിലുള്ള ഒരു മിനിറ്റ് നിർത്തിവെക്കാൻ പോലും ശ്രമിച്ചില്ല. ആ പരിപാടി അവിടെ അനസ്യൂതം തുടരുകയായിരുന്നു എന്നുള്ളിടത്താണ് ആ മനുഷ്യത്വമില്ലായ്മ കൂടി വെളിവാകുന്നത്. ഏതോ ഒരു തട്ടിക്കൂട്ട് സംഘടന ആണ് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും ഈ തട്ടിക്കൂട്ട് സംഘടനയുടെ പിന്നിൽ ആരാണ് എന്ന് ഇപ്പോൾ ചോദിച്ചാൽ, ആരെങ്കിലും സാധാരണക്കാർ സംശയിച്ചാൽ പോലും അതിൽ അപാകതയില്ല. കാരണം ഇത്തരം ഒരു തട്ടിക്കൂട്ട് സംഘടനയ്ക്ക് എങ്ങനെയാണ് ഈ പരിപാടി നടത്താനുള്ള അംഗീകാരം ലഭിച്ചത്? ഈ തട്ടിക്കൂട്ട് സംഘടനയെ പറ്റി മറ്റാരും ആലോചിച്ചിരുന്നില്ലേ? ഈ തട്ടിക്കൂട്ട് സംഘടനകളെ കുറിച്ച് എങ്ങനെയാണ് ഇത്രയും വലിയ പരിപാടി, സാധാരണ പരിപാടികളൊക്കെ നമ്മൾ നടത്തും, അപ്പോൾ ഈ പരിപാടികൾ നടക്കുമ്പോൾ പതിയെയാണ് ഓരോ സംഘടനയും വരിക, ചെറിയ ചെറിയ പരിപാടികൾ നടത്തിയിട്ടാണ് മെഗാ ഇവന്റ് നടത്തുന്നത്. ഇത്തരം വലിയൊരു മെഗാ ഇവന്റിലേക്ക് പോകുമ്പോൾ, ഇത്രയും ആൾക്കാർ കൂടുന്ന ഒരു പരിപാടിയിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു സെക്യൂരിറ്റി ആസ്പെക്റ്റിലോ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ എങ്ങനെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് അവസരം കൊടുത്തത്? 1. 2, ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്ന ഒരു സമയമാണ്.
നമുക്കറിയാം നമ്മുടെ ഗവർണർ പോകുന്ന സമയത്ത് ഗവർണറെ യാത്ര അയക്കാൻ മന്ത്രിമാർ പോകാതിരുന്നപ്പോൾ പറഞ്ഞത് ന്യായം എന്താണ്? അവിടേക്ക് മന്ത്രിമാർ ചെല്ലാത്തതിന്റെ കാരണം പറഞ്ഞ ഔദ്യോഗിക ദുഃഖാചരണം തന്നെയായിരുന്നു. എന്നാൽ ഇത്തരം ഒരു പരിപാടി നടത്തുമ്പോൾ ഔദ്യോഗിക ദുഃഖാചരണം പോലും പ്രശ്നമായിരുന്നില്ല എന്ന് പറയുന്നിടത്താണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ധനമടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ഇന്നലെ നമുക്കറിയാം ദിവ്യ ഉണ്ണി അതിലെ മെയിൻ നർത്തകയായിരുന്നു, ലീഡ് നർത്തകയായിരുന്നു. ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസരം വന്നപ്പോഴേ ദിവ്യ ഉണ്ണി രാജ്യം പോലും വിട്ടുപോയി. ഇന്നലെ 11 മണിയോട് കൂടിയാണ് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും ദിവസത്തിനിടയിൽ അവരുടെ മൊഴിയെടുക്കാനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോലും അവരെ മൊഴിയെടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് അവർ അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കേരളത്തിലെ പോലീസിന്റെ അന്വേഷണത്തെ സംബന്ധിച്ചൊക്കെ സംശയങ്ങൾ ഉണ്ടാവുകയില്ലേ? പോലീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തരം കേസുകളിലും മറ്റും അന്വേഷണം ഉണ്ടാകാത്തതും അല്ലെങ്കിൽ ആരെയൊക്കെ ചോദ്യം ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ ആഭ്യന്തര വകുപ്പും പിണറായി വിജയനും ഒക്കെയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധയൂന്നുകയോ ചെയ്തില്ല. ഉമാ തോമസ് എന്ന് പറയുന്ന MLA, ആ MLA വലിയ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. സത്യത്തിൽ ഈ പണം, അതായത് ഈ തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയ പണം എടുത്തുകൊണ്ട് അവരെ ചികിത്സിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഉമാ തോമസ് MLA ആയതുകൊണ്ട് തന്നെ അവർക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടും. പക്ഷേ അങ്ങനെയാകരുത്. ഖജനാവിന്റെ പണം അങ്ങനെ ചെലവാക്കാൻ അനുവദിക്കരുത്. സാധാരണ MLA-മാർക്ക് അങ്ങനെ വന്നാൽ നൽകണം. പക്ഷെ ഇവിടെ 10 കോടിയിലധികം രൂപ സമാഹരിച്ചിട്ടുണ്ട് ഈ തട്ടിക്കൂട്ട് സംഘടന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം തട്ടിക്കൂട്ട് സംഘടനയെ ഒരു കാരണവശാലും ഈ ഉമാ തോമസിന്റെ ചെലവുകൾ അടക്കം അവരെ വിദഗ്ധ ചികിത്സ അടക്കമുള്ളവർക്ക് ഇനിയും എത്രയോ കാലങ്ങൾ, ഒരുപക്ഷെ അവർ രക്ഷപ്പെട്ടു വന്നാൽ കൂടി ഇനിയും ഒരുപാട് കാലങ്ങൾ അവർക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നു. കാരണം അത്രയധികം ഒടിവും ചതവും ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത്രയധികം ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചെലവടക്കം, അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള പണമടക്കം ഈ തട്ടിക്കൂട്ട് സംഘടനയിൽ നിന്ന് വാങ്ങിയെടുക്കേണ്ടതാണ്. ഇനി ഈ തട്ടിക്കൂട്ട് സംഘടന 2 പേരുടെ പേര് മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ പേരുകളൊന്നും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായി ഇവർ പ്രവർത്തിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് എളുപ്പം ധനം സമാഹരിക്കാനുള്ള മാർഗം എന്നവണ്ണം ഏതാണ്ട് 10 കോടിയിലധികം രൂപ ധനം സമാഹരിക്കാനുള്ള ഒരു മാർഗം വളരെ പെട്ടെന്ന് അവർ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആരോ വലിയ ആൾക്കാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുള്ള ആരുടെയെങ്കിലും ബിനാമി സംഘടനയാണോ ഈ മൃദംഗ വിഷൻ എന്ന് പോലും സംശയം തോന്നും. മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഇവരുടെ പേര് കേൾക്കുന്നത് തന്നെ, മാധ്യമപ്രവർത്തകരായ നമ്മൾ പോലും ഈ പേര് കേൾക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ തട്ടിക്കൂട്ട് സംഘടനയുടെ പിന്നിലാരാണ്, ആരുടെയെങ്കിലും ബിനാമിയാണോ, ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ബിനാമിയാണ് എന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം സജി ചെറിയാനെ പോലൊക്കെ ഉള്ളവർ കഴിഞ്ഞ ദിവസം അവിടുത്തെ നഗരസഭാ ചെയർമാൻ പറയുന്നത് കേട്ടു, കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ മേയർ പറയുന്നത് കേട്ടു, തലേ ദിവസമാണ് തന്നെ ഫോൺ ചെയ്ത് വിളിച്ചത്, ഇങ്ങനെയായിരുന്നോ വിളിക്കേണ്ടതെന്ന്. അപ്പോ അളിയ ഇങ്ങി വന്നേക്ക് എന്ന് പറഞ്ഞാൽ വരുന്ന ഒരു ബന്ധം മന്ത്രിയുമായി ഉണ്ടായിരുന്നു എന്ന സംശയം എനിക്കുണ്ട്. കാരണം സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന ഒരു പരിപാടി, ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ തീർച്ചയായും ഈ പരിപാടിയെ സംബന്ധിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി അവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷ അടക്കമുള്ളവ നോക്കേണ്ട ചുമതലയുള്ളിടത്ത് അദ്ദേഹത്തിന് എങ്ങനെയാണ് അവിടേക്ക് എത്താൻ കഴിഞ്ഞത്? അല്ലെങ്കിൽ ഉമാ തോമസിന് ഇത്രയും വലിയ അപകടം ഉണ്ടാകുമ്പോൾ റിബൺ കൊണ്ട് 20 അടി മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന സ്റ്റേജിൽ റിബൺ കൊണ്ട് കൈവരി കെട്ടിയിരിക്കുന്ന കാഴ്ച, അത് സഹിക്കാനേ കഴിയുന്നില്ല. അതുമാത്രമല്ല ആ മുൻഭാഗത്തൊന്നും സ്ഥലം കൂടിയില്ല. അത്രയധികം കൺജസ്റ്റഡ് ആയി കസേര ഇട്ടുകൊണ്ട് അവർ 2 പേർക്ക് നിൽക്കാൻ കഴിയാത്ത സ്പേസ് ആണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഉമാ തോമസ് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അവിടെ ഉണ്ടായിരുന്ന പൗർണമി എന്ന് പറയുന്ന അവരുടെ നടത്തിപ്പുകാരിയായിരുന്ന മറ്റൊരാൾ, പൗർണമി എന്നാണ് പേരെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അവരുടെ കാലിൽ തട്ടി വീണു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയധികം ഒരാൾക്ക് എഴുന്നേറ്റ് നിന്നാൽ പരസ്പരം കൂട്ടിയിടിക്കുന്ന രീതിയിലേക്കാണ് ആ സ്റ്റേജ് നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ വലിയ ഗുരുതരമായ വീഴ്ച സ്റ്റേജ് നിർമ്മാണത്തിലടക്കമുണ്ട്. സ്റ്റേജ് നിർമ്മാണം മാത്രമല്ല ആ സംഘാടനത്തിലും അതുപോലെ തന്നെ ഇതിന്റെ മേൽനോട്ടത്തിലും അടക്കം, അതായത് മുഴുവൻ പേരും കുറ്റക്കാരാണ്. സർക്കാർ, അതുപോലെ GDCA, അങ്ങനെ എല്ലാ സംവിധാനം, കോർപ്പറേഷൻ അടക്കമുള്ളവ ഈ കാര്യത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലെ ഏറ്റവും ദുരൂഹത ഉണർത്തുന്ന മറ്റൊരു സംഭവം, ഈ പരിപാടി നടന്ന ശേഷം മാധ്യമപ്രവർത്തകരുടെ അടക്കമുള്ള ക്യാമറ അവിടെ ഉള്ളപ്പോ ഈ പരിപാടി, ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ ഒരു ദൃശ്യങ്ങളും പുറത്തു വന്നില്ല എന്നുള്ളതാണ്. ഇന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ, ഉമാ തോമസ് വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഏതോ ഒരു മൊബൈലിൽ പകർത്തിയ ദൃശ്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ ദൃശ്യങ്ങൾ പുറത്തു വരാത്തത്, ഏതായാലും ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയായിരുന്നു ഈ പരിപാടി നടത്തിയതെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ ഒരു നിയമാവലി അനുസരിച്ച് അവർ പരിപാടി തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഓരോ സെക്കൻഡും ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ പൂർണ്ണമായ റെക്കോർഡ് ഇനി അവരോട് ചോദിച്ചാലും കിട്ടും. ഈ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാനുള്ള പൂർണ്ണമായ റെക്കോർഡുകൾ
ഇപ്പോ പുറത്തു വരാനുണ്ട്. അത് എന്തുകൊണ്ടാണ് ഒരു ദൃശ്യങ്ങൾ പോലും പുറത്തു വരുന്നില്ല എന്ന് പറയുന്നിടത്താണ് സംശയങ്ങൾ ജനിക്കുന്നത്. അപ്പോ തീർച്ചയായും ഇത് ഏതോ ഒരു കോണിൽ നിന്ന് നമുക്കറിയാം, ദൃശ്യങ്ങൾ പുറത്തു വരണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരണ്ട എന്നൊക്കെ CPM-ന് തീരുമാനിക്കാം. നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയം 15 മിനിറ്റിനകത്ത് പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിലെ സഖാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എത്തിയ സാഹചര്യമുണ്ട്. ഇവിടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ദുരൂഹമായ കാര്യമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുകയാണ് ഈ തട്ടിപ്പ് കമ്പനിക്ക് പിന്നിൽ ഈ അബ്ദുൾ സത്താറും അതുപോലെ തന്നെ ഈ റിഘോഷ് കുമാർ എന്ന് പറയുന്ന അയാളും മാത്രമല്ല, നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോയെങ്കിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ വലിയ മൗനമാണ് പുലർത്തുന്നത് എന്നേ പറയാനുള്ളൂ.